നമുക്കെല്ലാം ഏറെ ബഹുമാനപ്പെട്ട ആദരണീയനായ എം ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. എം ടി ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ തുഞ്ചൻപറമ്പിൽ വന്നിവിടെ നിൽക്കുമ്പോൾ എം ടി നമ്മളോടൊപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെപ്പോലെ വളരെ കാലത്തിന് ശേഷം പുറകിലെഴുതി തുടങ്ങിയ ആളുകൾക്ക് അദ്ദേഹം വലിയൊരു ഊർജമായിരുന്നു, ആത്മവിശ്വാസമായിരുന്നു. എഴുത്തിലും വായനയിലുമൊക്കെ മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമായിരുന്നു. എങ്ങനെയാണ് അതിനൊക്കെ നന്ദി പറയേണ്ടതെന്നറിയില്ല. എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം തന്നെ കൊടുത്ത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് അദ്ദേഹം അയച്ചൊരു കത്തുണ്ട്. ഞാനിപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിച്ച് വയ്ക്കുന്ന കത്താണത്. 43 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതുന്നത്. അതുവരെ ഒരു കഥയോ ലേഖനമോ ഒന്നും എവിടെ എഴുതി പ്രസിദ്ധീകരിക്കാത്ത ആളാണ്. ആദ്യമായിട്ട് വരുന്നൊരു നോവൽ ആൽഫ എന്ന് പറഞ്ഞ നോവൽ. അത് വൈശാഖമാഷകളിലുകൊണ്ടാണ് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ എനിക്കൊരു ധൈര്യം ഉണ്ടാവും. വളരെ സംശയിച്ചിട്ടാണ് ഞാനത് എം ടിക്ക് അയച്ചു കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം അത് വായിച്ച് അതിനെനിക്കൊരു മറുപടി, അത് ഇംഗ്ലീഷിൽ അല്പം വിശദമായിട്ടൊരു മറുപടി അയച്ചു. തുടർന്ന് എഴുതാൻ വലിയ ആത്മവിശ്വാസം തന്ന, നേരത്തെ സംവിധാനിയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ മറ്റേതൊരു അംഗീകാരത്തിനേക്കാളും വിലപ്പെട്ടൊരു അംഗീകാരമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. തുടർന്ന് പിന്നീട് എഴുതാനും സാഹിത്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാനുമൊക്കെ ഒരു ധൈര്യം തന്ന വാക്കുകളാണത്. എം ടി മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്താചാര്യന് ഈ തുഞ്ചൻപറമ്പ് ഇത്രയും ഗംഭീരമായൊരു സ്മാരകമാക്കി പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഏതാണ്ട് തുഞ്ചത്താചാര്യൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ കാലത്ത് എം ടി മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു 10, 400, 500 കൊല്ലങ്ങൾക്ക് മുമ്പ് തുഞ്ചത്താചാര്യൻ എങ്ങനെ നമ്മുടെ ഭാഷയെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, ഏതാണ്ട് അതിന് സമാനമോ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായ തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ ഒരു ആധുനിക കേരളത്തിൽ എം ടിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച കൂടുതൽ ആത്മാർപ്പണത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ഈ തുഞ്ചൻപറമ്പിനെ കൂടുതൽ സജീവമാക്കി, കൂടുതൽ മതനിരപേക്ഷതയുടെയും സാഹിത്യത്തിൻ്റെയും കലയുടെയും മലയാളിയുടെ ആത്മാഭിമാനത്തിൻ്റെയും ഒരു ഇടമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എം ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.